നമസ്കാരം. എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എടത്തലയിലാണ്. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് 15 സെൻറ്റ് സ്ഥലവും 3600 സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അടങ്ങുന്ന അതിമനോഹരമായ എൻ്റെ ബാക്കിൽ കാണുന്നൊരു വീടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആ വീടും ഞാൻ മൊത്തം നിങ്ങളെ കാണിച്ചു തരാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആ വീടൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ടാറിങ് റോഡിൽ നിന്ന് നേരെ കട്ട വിരിച്ചിരിക്കുന്ന റോഡാണ് ഈ വീട്ടിലേക്കുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ മതിലാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല എല്ലാ മരങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്, നമുക്ക് കാണാം. ഇതിൻ്റെ മെയിൻ ഗേറ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഈ വീടിൻ്റെ മെയിൻ ഗേറ്റാണിത്. ഓക്കെ, അപ്പോൾ ഗേറ്റ് നമുക്ക് അതുകൂടാതെ തന്നെ നമുക്ക് നടന്നു പോകാനുള്ള വേറൊരു ഗേറ്റും ഉണ്ട്. പ്ലാവ്, അതുപോലെ തന്നെ തെങ്ങുകൾ എല്ലാം ഉണ്ട്. നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല മനോഹരമായ രീതിയിൽ നല്ല ഗാർഡനെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ചക്ക, പ്ലാവുകൾ ചക്കയൊക്കെ താഴത്തുണ്ടായി കിടക്കാം കേട്ടോ. ഇതുപോലെ ഒരുപാടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ തേങ്ങ ഉണ്ടായി കിടപ്പുണ്ട്. ഉണ്ട് മരങ്ങൾ, ഫ്രൂട്ട്സുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മാവ് ഉണ്ട്. ഇതെല്ലാം ഓരോ ഫ്രൂട്ട്സുകളാണ്. ചാമ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറ്റാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന എലിവേഷനാണ് കാണുന്നത്. കണ്ടോ, ഇതാണ് വീട്. നമുക്കകത്ത് കയറി കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടാണ് ഇതിൻ്റെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മാവുണ്ട്, നല്ല സൂപ്പർ മാവ്. അതുപോലെ തന്നെ അതെ ഓരോ ഫ്രൂട്ട്സുകളൊക്കെയാണ്. നല്ല മാങ്ങ ഉണ്ട് കേട്ടോ. മാങ്ങ ഉണ്ടോ. അതുപോലെ തന്നെ സപ്പോട്ട മരങ്ങളെല്ലാം ഉണ്ട്. സപ്പോട്ട, നാരങ്ങ, അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട്. വീടിൻ്റെ അത്യാവശ്യം നല്ല ഡിസൈനിൽ തന്നെ ചെയ്തേക്കണം. നല്ല വീടാണ്. ഇതൊന്നും ഒരു കച്ചവട വീടല്ല, സ്വന്തമായിട്ട് താമസിക്കാൻ വേണ്ടി പണിതിരിക്കുന്ന വീട് തന്നെയാണ്. വീട് കാണുമ്പോൾ അറിയാലേ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എവിടെയും മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ചാമ്പക്ക നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു മാവുണ്ട് കേട്ടോ. ഉണ്ടോ ഇവിടുന്ന് ഓക്കെ. നമുക്ക് നേരെ ഇതുണ്ട്. അതുകൂടാതെ ഇതാണ് കാർ പാർക്ക്. ആ കാർ പോർച്ചെല്ലാം അങ്ങോട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ കാർ പോർച്ചിലേക്കാണ് പോകുന്നത്. ഇവിടെ മാവ്, പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഉണ്ട് ഇവിടെയും ചക്ക ഉണ്ടായി കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സോളാറുണ്ട് കേട്ടോ. 1 രൂപ കറണ്ട് കാശ് വേണ്ട. 200 ചില്ലാൻ്റെ മതി എന്നാണ് പറഞ്ഞ കറണ്ട് കാശ് ഇതിൻ്റെ അകത്ത്. ഇതാണ് ഫോർച്ച്, അണ്ടർഗ്രൗണ്ടാണ് ഫോർച്ച്. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ വരും കേട്ടോ. അത് ചെയ്തിട്ടില്ല, ഓൾറെഡി ഒരു സ്വിമ്മിംഗ് പൂൾ വരും. ഇവിടെ ഒരു ബാത്റൂമുണ്ട് പുറത്ത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോകാം. വേഗം റൂമിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി കാണാൻ എങ്ങനെയാണ് അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് കയറാം. ഇതാണ് സിറ്റ് ഔട്ട്.
ഇതിൻ്റെ ഡോറ് മഹാഗണിയാണ്. ബാക്കിയെല്ലാം ശരിക്ക് ഇതാണ് മറ്റേ പ്ലാവ്, ആഞ്ഞിലി. ഉണ്ടോ വീടിൻ്റെ ലിവിങ് റൂമാണ് കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തേക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഡൈനിങ് ഹോളാണ്, നല്ല വിശാലമായ ഡൈനിങ് ഹോളാണ്. ഇതാണ് ഇതിൻ്റെ വാഷേരി. ഇതാണ് കേട്ടോ വാഷേരി. ഇതാണ് നല്ലൊരു വാഷ് ബേസിൻ ഉണ്ട്. രണ്ട് ബെഡ്റൂം താഴത്തും 2 ബെഡ്റൂം മുകളിലുമാണ്. അതുകൂടാതെ നമുക്കൊരു പ്രെയർ റൂമുണ്ട്. പ്രെയർ റൂമാണിത്. നമുക്ക് ആദ്യം ആ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ഒരു ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. വലിയ ബെഡ്റൂമാണല്ലോ. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. പിന്നെ ഇനി എന്താണ്? ഇനി കിച്ചൺ കാണണമല്ലേ. ഇതാണ് കിച്ചൺ. നല്ല വിശാലമായ കിച്ചനാണ് കേട്ടോ. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് വർക്കുകൾ. കണ്ടോ, നല്ല വലിയ കിച്ചനാണ്. അതുകൂടാതെ നമുക്ക് പുറത്തൊരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഉണ്ട് കേട്ടോ. ഇത്ര സ്പേസ് പുറത്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒരു ഈ സൈഡിൽ ഇതുപോലെ ഒരു സ്പേസ് ഉണ്ട്. ഇതുകൂടാതെ നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് അണ്ടർഗ്രൗണ്ട് ഇറങ്ങിപ്പോകാനുള്ളത്. നമ്മൾ അവിടം വരെ താഴത്തേക്ക് ഇറങ്ങിപ്പോകാനായിട്ട് കാർ ഫോർച്ചിൽ നിന്നൊക്കെ ഇറങ്ങി ഇതിലെ കയറി വരാം. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. 2 ബെഡ്റൂം കണ്ടില്ല ഇവിടെ. ഇന്ന് മുകളിലേക്ക് പോവാം. സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. നല്ല വിശാലമായ ഒരു ഹോളാണ് ഇവിടെ. മുകളിലാണ്. ഇപ്പോൾ നമ്മൾ മുകളിൽ എത്തി. നല്ല
ഇവിടെയാണ് എൻ്റെ ടി വി യൂണിറ്റ്. നല്ല മനോഹരമായ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു ഹാളാണ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. കണ്ടോ, നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കണ്ടോ ഇവിടെ ഫുള്ള് ഇതാ ഓക്കെ. അപ്പോൾ മുകളിലും 2 ബെഡ്റൂമാണ്. അതിൽ ഒരു ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂം. എല്ലാം വലിയ ബെഡ്റൂമാണ് കേട്ടോ. ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതാണ് വേറൊരു ബെഡ്റൂം. ഭയങ്കര തണുപ്പാണല്ലോ. എ സി ഒക്കെ ചാലുവാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് കാശിൻ്റെ ആവശ്യമില്ലല്ലോ. ശരിക്കും ഇതാണ് മറ്റേ സോളാറാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കറണ്ട് കാശ് വേണ്ട. ഒരു 200 സംതിങ് അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് മാസം. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂം. വാട്ടർ ഹീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂമുകൂടെ കണ്ടു. ഇനി എന്താ സംഭവം നോക്കാം. ഇതുണ്ടോ ബാൽക്കണി. ഇതെന്താ സംഭവം നോക്കാം. ഇതെന്താ സംഭവം? ഇതൊരു ഓപ്പൺ. ഇത് ഓപ്പണാണ് കേട്ടോ. ഓപ്പൺ ടെറസാണ്. ഇതൊക്കെ മറ്റേ ഇതിൻ്റെ ആവുള്ളൂ. നമ്മുടെ മറ്റേ ഇതിൻ്റെ ആവുള്ളൂ, സോളാറിൻ്റെ. ഉണ്ടോ, എൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ അല്ലേ. നല്ലൊരു ഇതാണ് സോളാർ. അപ്പോൾ ഇനി നമുക്ക് ഒരു ബാൽക്കണിയും കൂടി ഉണ്ട്. ഇവിടെ കയറാം. ഇതാണ് ബാൽക്കണി. നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ മുറ്റം, ഗാർഡൻ ഉണ്ടോ. നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള കാണുന്ന ഒരു വ്യൂ ആണിത്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇത് എടത്തലയിലാണ് ഈ വീട് ഇരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ആലുവയിൽ നിന്ന് നിസ്സാര ദൂരമുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകാം. അതുപോലെ തന്നെ അല്ലമീൻ കോളേജ് തൊട്ടടുത്ത് തന്നെയാണ്. ഇത് മൊത്തം 15.5 സെൻറ്റ് സ്ഥലമാണ് പറയുന്നുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ 3600 സ്ക്വയർ ഫീറ്റാണ് നമ്മൾ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത് കുറച്ച് പറയുന്നത് നിങ്ങൾ അളന്ന് കഴിയുമ്പോൾ ഇനി കുറയാൻ പാടില്ല കൂടിയാലും. അതുകൊണ്ടാണ് ഇത്ര പറയുന്നത്. 4 ബെഡ്റൂം, 2 താഴത്ത്, 2 മുകളിൽ. അതുപോലെ തന്നെ കറണ്ട് നമുക്ക് സോളാർ സിസ്റ്റമൊക്കെ ഉണ്ട്.
അപ്പോൾ ഇത് മൊത്തം ഇതിൻ്റെ വില ചോദിക്കുന്നത് 2,60,00,000 രൂപയാണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിളാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.